പ്രജിതേ, ഈ ഹമാസിൻ്റെ തലവൻ യഹിയ സിൻവറിൻ്റെ അനുജനെ, അതായത് മുഹമ്മദ് സിൻവറിനെ ഇസ്രയേൽ പട്ടാളം കൊല ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് ഇങ്ങനെ അവരുടെ ആരെങ്കിലും മരിച്ചാൽ അവർ സ്ഥിരീകരിച്ചുകൊണ്ട് വാർത്ത പുറത്തു വരാറുണ്ട്. ആ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ലല്ലോ. എന്താണ് അങ്ങനെ? അത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അവർ പറയാത്തതാണോ? സംഭവിച്ചതാണോ? അതായത് ഖാൻ യൂനിസിലെ ഗാസ യൂറോപ്യൻ ആശുപത്രിക്ക് താഴെ ഒരു ബങ്കറിലാണ് മുഹമ്മദ് സിൻവർ ഉണ്ടായിരുന്നത്. യഹിയ സിൻവറിൻ്റെ അനുജൻ. അയാൾ അവിടെയായിരുന്നു. അപ്പോൾ അവിടെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് 26 പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന മുഹമ്മദ് സിൻവറും ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ഇസ്രയേൽ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹമാസ് സ്ഥിരീകരിച്ചില്ല എന്ന് പറയുമ്പോൾ ഹമാസിനെ സംബന്ധിച്ച് ഒരു നേതാവ് കൂടി കൊല്ലപ്പെട്ടു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് അവരെ സംബന്ധിച്ച് നിലനിൽപ്പില്ലാത്ത ഘട്ടമാണ്. കാരണം ഹമാസുകളുടെ വന്ന എല്ലാ നേതാക്കളെയും തന്നെ ഇതിനകം ഇസ്രയേൽ ഇല്ലാതാക്കിയിട്ടുണ്ട്. പിന്നീട് ഉണ്ടായിരുന്ന ഒരു ചോട്ടാ നേതാവ് നിന്ന് വലിയ നേതാവിലേക്ക് വരുന്നയാളായിരുന്നു ഈ പറയുന്ന മുഹമ്മദ് സിൻവർ. ആ സിൻവറിനെയും ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സംഘടനയ്ക്ക്, ഭീകര സംഘടനയാണ്, ആ സംഘടനയ്ക്ക് അത് ഒരു കുറച്ചിൽ തന്നെയാണ്. അപ്പോൾ ഈ മെയ് 14 ഗാസയിൽ ഇസ്രയേൽ ഈ ആക്രമണം നടത്തുന്നത്. ആ ആക്രമണത്തിലാണ് മുഹമ്മദ് സിൻവർ മരിക്കുന്നത്. മുഹമ്മദ് സിൻവർ കൊല്ലപ്പെടുന്ന കഴിഞ്ഞ ബുധനാഴ്ചയാണ് ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് IDF, അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്, ഈ കാര്യം സ്ഥിരീകരിക്കുന്നത്. അത് അവർക്ക് വെറുതെ അങ്ങ് വന്ന് പറയേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്കും ചിന്തിക്കാം. അങ്ങനെ പറയുന്ന ഫോഴ്സ് അല്ല, അങ്ങനെ പറയുന്ന കളവ് പറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമല്ല ഇസ്രായേൽ എന്നുള്ളത്. അവർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ കൊല്ലപ്പെട്ടതായിട്ട് പിന്നീട് ഹമാസുകളായാലും സ്ഥിരീകരിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതെ, പിന്നീട് എത്രയോ നേതാക്കളെ വന്ന് പടിപടിയായിട്ടായിരുന്നു. ഒരിടത്ത് മൊസാദിന്റെ നിശബ്ദമായ ഓപ്പറേഷൻ വഴി ലെബനനിലെ നേതാക്കളെ വരെ കൊന്നിട്ടുണ്ട്. അപ്പൊ ഈ IDF കയറി അടിക്കാന്ന് പറയാൻ അവർ സാവകാശം വെച്ചത് എന്തിനാണ്? ഇവരെല്ലാവരും തന്നെ ഈ എലികളെ പോലെ മാളത്തിലാണോ ഒളിച്ചിരിക്കുന്നത്? അത് ചേട്ടാ, ഈ മാളത്തിൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും അറിയാം. കാരണം ഈ ഇസ്രായേലിന്റെയും ഹമാസിന്റെയും പോരാട്ടം വന്നപ്പോൾ, ഈ യുദ്ധം വന്ന സമയത്ത് എല്ലാവരും മനസ്സിലാക്കി തുരങ്കമാണ് വലിയ, അതായത് വീടുകൾക്കടിയിലൂടെ, ആശുപത്രികൾക്കടിയിലൂടെ, റോഡിനടിയിലൂടെ ഒക്കെ വലിയ തുരങ്കങ്ങളാണ്. ഈ ബന്ദികളെ അവർ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ പോലും അവർ പറയുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള തരത്തിൽ തുരങ്കം. അവിടെയാണ് എലികളെ പോലെ ഇവർ ഒളിച്ചിരുന്നു കൊണ്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുരങ്കത്തിലെ വാസം ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. പറഞ്ഞില്ലേ, വീട് പോലെ ഇരിക്കണമെന്നല്ലേ പറഞ്ഞ തുരങ്കം. എല്ലാ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ളിൽ നിന്നുകൊണ്ട് ഈ റോക്കറ്റും കാര്യങ്ങളും എല്ലാം അവർ നോക്കുന്നുണ്ട്. ഈ വീടുകൾക്കുള്ളിലും ഹോസ്പിറ്റൽസിനുള്ളിലും സ്കൂളുകൾക്കുള്ളിലും ഒക്കെ അവർ ആയുധം സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പുറമേക്ക് പറയും, തിരിച്ചടിക്കുമ്പോൾ, ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ പറയും സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെട്ടു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ മനുഷ്യ കവചമാക്കുന്നത് കൊണ്ടാണ്. ഹമാസുകൾ ഇവരെ മനുഷ്യ കവചമാക്കുക. ഇവരുടെ വീടിനടിയിലാണ് ഒരു ഭീകരൻ ഒളിച്ചിരിക്കുന്നത്. മാക്സിമം അവരെ മാറ്റി നിർത്തിയിട്ടായിരിക്കും ഇവരെ കൊല്ലാൻ നോക്കുന്നത്. ചില സമയങ്ങളിൽ അത് നടക്കില്ല. ആ ഒരു അവസ്ഥ വരുന്നത് കൊണ്ടാണ്. അപ്പൊ സിൻവറിന്റെ മൃതദേഹം തുരങ്കത്തിൽ നിന്ന് കണ്ടെടുത്തു എന്നുള്ളത് സൗദി ചാനലായിട്ടുള്ള അൽ ഹദത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ചാനൽ കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉറച്ച ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് 31 വന്നിട്ടുള്ള IDFന്റെ പ്രഖ്യാപനമാണ്. അപ്പൊ വെറുതെ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇസ്രായേൽ ഇന്റലിജൻസ് അങ്ങനത്തെ ഒരു കാര്യം പറയില്ല. കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം തെളിവ് സഹിതം, അത് ഇന്ത്യയുടെ ഒരു രീതിയാണ്, എല്ലാം തെളിവ് സഹിതം മാത്രം പറയുക എന്നുള്ളതാണ്. ആ രീതിയിൽ തന്നെയാണ് ഇവരും സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മെയ് 13 ആക്രമണം. അതിനു മുൻപ് മുഹമ്മദ് സിൻവർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇസ്രായേൽ ഫോഴ്സ് സ്ഥിരീകരിക്കുന്നുണ്ട്.
ബങ്കറിൽ ഹമാസിന്റെ റഫ ബ്രിഗേഡ് കമാൻഡർ ആയിട്ടുള്ള മുഹമ്മദ് സബാനയും സൗത്ത് ഖാൻ യൂണിസ് ബറ്റാലിയൻ കമാൻഡർ ആയിട്ടുള്ള മഹദി ഖ്വാറയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ആദ്യഘട്ടത്തിൽ സംശയിച്ചു നിന്നു. പിന്നീട് ഈ ഹോസ്പിറ്റലിന് താഴെയുള്ള ബങ്കറിനെ കൺട്രോൾ സെന്റർ ആക്കിയാണ് ഇവര് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഈ ഹമാസിന്റെ ഉന്നത നേതാക്കൾ ബങ്കറിൽ ചില ചർച്ചകൾക്ക് വേണ്ടി ഒത്തുചേരുകയാണ് ചെയ്തത് എന്നുള്ള വിവരം ഈ IDF-ന് ലഭിക്കുന്നു. പിന്നീട് ഈ പറയുന്ന മുഹമ്മദ് സിൻവറിന്റെ ഒരു പ്രവർത്തന ശൈലി ഇവര് ഇസ്രായേൽ ഫോഴ്സിനെ കൃത്യമായിട്ട് അറിയാം, അവരത് നിരീക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യരെ കവചങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒന്ന് മടിച്ചു നിന്നു, ഫോഴ്സ് അങ്ങനെ മടിച്ചു നിന്നു. ബന്ദികളുടെ സാമീപ്യത്തിൽ അല്ലാതെ മുഹമ്മദ് സിൻവറിനെ ഇവർക്ക് കണ്ടെത്താൻ കഴിയില്ല. നമുക്ക് ആർക്കും അത് അങ്ങനെയാണ്, ഒരു ബന്ദിയെങ്കിലും കൂടെ ഉണ്ടാകും. കാരണം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇവർ കൂടെ ഇല്ലാതെയാണ്. കാരണം ബന്ദികളെ വെച്ചിട്ട് അവര് ഇസ്രായേൽ ആണെങ്കിലും തിരിച്ചടിക്കാനൊന്നും മടിക്കുമല്ലോ. ആ ഒരു കാലതാമസം ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ഏറ്റവും അവസാനം ഇയാൾ ഒറ്റയ്ക്കാകുന്ന, ബന്ദികളൊന്നും ഇല്ലാത്ത രീതിയിലാകുന്ന ഒരു കൃത്യമായ വിവരം ലഭിക്കുന്നു. ആ സമയത്ത് 30 സെക്കൻഡിൽ 50 ബോംബുകളാണ് പ്രവർത്തിച്ചത്. അതിവേഗത്തിലുള്ള നീക്കങ്ങളായിരുന്നു ഈ വിവരം ലഭിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ളത്. അതായത് സൈനിക ജെറ്റുകൾ 9 ബങ്കർ ബസ്റ്റിംഗ് ബോംബുകളാണ് പ്രയോഗിച്ചത്. വേറെയും നിരവധി ബോംബുകളൊക്കെ ഈ ഭൂഗർഭ ഒളിത്താവളങ്ങൾക്ക് നേരെ ആക്രമിക്കാനായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അതിശക്തമായിട്ടുള്ള പ്രതിരോധമൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു, ഈ ഹമാസുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം തകർത്ത് കളഞ്ഞു. ഇസ്രായേലിന്റെ F-151 ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിരിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു അനുമാനം. ഇയാള് കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചതല്ലാതെ അവർ എന്തൊക്കെ കൊണ്ട് ഇവരെ കൊലപ്പെടുത്തി ഇല്ലാതെയാക്കി എന്നുള്ള വിവരമൊന്നും അവര് IDF പുറത്തു വിട്ടിട്ടില്ല. 2024 സെപ്റ്റംബർ 27 ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയെ കൊലപ്പെടുത്തിയത് ഈ വിമാനത്തിൽ തന്നെ ഘടിപ്പിച്ചിട്ടുള്ള BLU-109 ബങ്കർ ബസ്റ്റിംഗ് ബോംബായിരുന്നു. അത് വലിയ ചർച്ചാ വിഷയമായതായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് നസ്രല്ലയെ ഇതുപോലെ ഒരു മീറ്റിംഗിൽ ഇരിക്കുകയാണ് എന്നാണ് എൻ്റെ ഓർമ്മ, ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ വർഷിച്ച്. നസ്രല്ല സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത സമയത്താണ് അങ്ങ് ഹൂറിയുടെ അടുത്തേക്ക് ഇസ്രായേൽ ഫോഴ്സ് ഈ പറയുന്ന ഭീകരനെ വിടുന്നത്. ഈ ഭൂഗർഭ അറകൾക്ക് മുറിയിലുള്ള ആശുപത്രിക്ക് സാരമായ കേടുപാടൊന്നും വരാതെയാണ് ഇസ്രായേൽ ഫോഴ്സ് ഈ 50 ബോംബുകൾ 30 സെക്കൻഡ് കൊണ്ട് വർഷിച്ചത്. അതായത് ആ യൂറോപ്യൻ ഹോസ്പിറ്റലിന് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ കൂടുതൽ പുറത്തു വരാൻ ഉണ്ട്. നേരത്തെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഈ പറയുന്ന യഹിയ സിൻവറും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഹമാസ് തലവനായിട്ടുള്ള യഹിയ സിൻവർ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ആ സിൻവറിന്റെ അനിയനാണ് ഇപ്പോൾ ആ തലപ്പത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. ആ തലപ്പത്തോട്ട് വന്നുകൊണ്ടിരുന്ന ആളെ കൂടി ഇസ്രായേൽ ഇല്ലാതെയാക്കിയിരിക്കുന്നു. സത്യത്തിൽ ഹമാസുകൾക്ക് ഇപ്പോൾ ഒരു നാഥനില്ലാത്ത അവസ്ഥയുണ്ട്. ശരിക്കും യുദ്ധം തുടങ്ങിയത് അവർ തന്നെയാണല്ലോ. അതെ, വർഷം 2 കഴിയുന്നു. അപ്പോൾ ആ ഒക്ടോബർ 7 എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് ഹമാസുകൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുകയാണ്. അവരുടെ സാപത്ത് ദിവസമായിരുന്നു അത്. അവർ വിശ്രമത്തിലായിരുന്ന ദിവസത്തിലാണ് അത്രയും എന്താ പറയാ നരനായാട്ട് തന്നെ നടത്തിയത്. അതിനുള്ള തിരിച്ചടി ഇനി അവർക്ക് ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞത്. ഇസ്രായേലിനെ അനുനയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചു. പക്ഷെ ഇസ്രായേൽ പറഞ്ഞു, ഇവരെ ഇല്ലാതെയാക്കാതെ, ഇവരെ തുടച്ചു നീക്കാതെ ഞങ്ങളിത് നിർത്തില്ല എന്നുള്ളത് തന്നെയാണ് നെതന്യാഹു പറഞ്ഞത്. ആ സമയത്ത് നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ള സമയമായിരുന്നു. പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേലുകാർ ഈ ഒരൊറ്റ കാര്യത്തിൽ അവിടെ ഒന്നിക്കുന്നു. ആ വിവരങ്ങൾ, അതായത് ഇത്തരത്തിൽ ഇസ്രായേലില് നെതന്യാഹുവിനെതിരെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ പോലും അവർ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ രാജ്യത്തിനായിട്ടോ ഒന്നിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് കാണാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാഴ്ചയാണ്.
കാരണം ഒരു വശത്ത് നിന്ന് ഹമാസ് അടിക്കുന്നു, ഇപ്പുറത്ത് നിന്ന് ഹൂതികൾ അടിക്കുന്നു, അങ്ങനെ ഹിസ്ബുള്ള അടിക്കുന്നു. എല്ലാവരും ചുറ്റുപാട് നിന്ന് ഭീകരർ ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ പിന്നെ അവർക്ക് ഇങ്ങനെ ഒരു കട്ടായം പിടിക്കുന്ന ഒരു നിലപാട്, അങ്ങനെ ഒരു നിലപാട് എടുത്തു തന്നെ ആകണം എന്നുള്ളതിലേക്ക് അവരെ എത്തിച്ചതാണ്, ഇസ്രായേലിനെ എത്തിച്ചതാണ്. അതെ, ചൊറിഞ്ഞു തന്നെ എത്തിച്ചതാണ്. അപ്പൊ അതിനെ തുടർന്നാണ് ഇപ്പോൾ ഹമാസിന് നാഥനില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ യഹിയ സിൻവറും കൂടി കൊല്ലപ്പെട്ടതോടുകൂടിയാണ് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ മുഹമ്മദ് സിൻവർ എത്തുന്നത്. ഗാസയില് ഹമാസിന്റെ തലവനായിരുന്നു ഈ പറയുന്ന മുഹമ്മദ് സിൻവർ. ഗാസയിൽ ശേഷിച്ചിരുന്ന ഹമാസിന്റെ ഉന്നത കമാൻഡർമാരിൽ ഒരാള്. അപ്പോൾ ഇയാൾ വളരെ രഹസ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഭീകരൻ ഇട്ടിരുന്ന പേര് ദി ഷാഡോ എന്നായിരുന്നു. നിഴൽ യുദ്ധമാണല്ലോ നടത്തുന്നത്. അത് പറ്റിയ ഒരു പേരാണ്. പക്ഷെ എന്തായാലും പറ്റിയ ആളെ കൂടി ഇസ്രായേൽ ഹൂറികളുടെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട്.